നല്ല ലേറ്റാണ്, നമ്മൾ ഓടുകയാണ് കേട്ടോ. ലേറ്റ് എന്നൊക്കെ പറഞ്ഞാണല്ലോ, കിട്ടിയെന്ന് പറയാനുള്ളൂ ബസ്. ശരിയാക്കട്ടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഞാനൊരു ഓട്ടത്തിലാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാനും വൈഷവും ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. കിട്ടിയില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അറിയണേ ബസ് ഒരു 10-12 മിനിറ്റ് ലേറ്റാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്കിപ്ഡ് എന്താ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇതാണ് കേട്ടോ നമ്മളുടെ ബസ്, സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ സെറ്റിൽ ഇൻ ചെയ്യുകയാണ്. രാത്രി ആയിട്ടുണ്ട്, നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ കാണാം. അപ്പോൾ ഹലോ, രാവിലെ ആയിട്ടുണ്ട്, നമ്മളിത് ഇറങ്ങാറായി. കൊച്ചിയെത്തി. വൈഷോടെ പകുതി കിളി പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവാം. നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പോൾ സ്ഥിരം ഇറങ്ങുന്ന സ്റ്റോപ്പ് എടപ്പള്ളിയാണ് കേട്ടോ. അപ്പം എടപ്പള്ളി ഇറങ്ങി ഒരു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോവാണ്. ഒരു 7-7:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടോ. ആരെയും കാണുന്നില്ലല്ലോ, ആരും എണീറ്റില്ലേ ഇനി. ഹലോ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാവരെയും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ റീസെന്റ് ദുബായ് വിസിറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര കൊല്ലായില്ലേ. വന്ന പാടെ തന്നെ അമ്മയ്ക്കും പപ്പിക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാട്ടോ. അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയറിലാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടി നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം ചുടുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞു വെച്ചാൽ, സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ അമ്മയുടെ സൈഡിൽ നിന്ന് മാറില്ല. അമ്മയുടെ വർത്താനവും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ടൈം അമ്മേനെ ചുറ്റിപ്പറ്റി നടക്കലായിരുന്നു എൻ്റെ പണി. ഇപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. അമ്മേനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക. ഞാൻ എടുത്തിട്ട് വരാം, ഞാനൊന്ന് പല്ല വെച്ചിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയുണ്ടാവും കേട്ടോ അമ്മയുടെ മേൽനോട്ടത്തില്. അപ്പൊ അതൊക്കെ ചെയ്ത് ഞാനിങ്ങനെ നടക്കും. ഏത്തപ്പഴം വയ്ക്കട്ടെ. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് സെറ്റായിട്ടുണ്ട്. ചിക്കൻ പാൽക്കറി ആൻഡ് വെള്ളപ്പം, പിന്നെ ഒരു ഭംഗിക്ക് ഏത്തപ്പഴം വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനിടയിൽ എല്ലാവരും വരുന്ന സമയത്ത് ഞാൻ ഓർത്തു പെട്ടെന്നൊരു സ്കിൻ കെയർ അങ്ങോട്ട് ചെയ്താലോന്ന്. സുഖമൊക്കെ ഉണ്ട്. നോക്കുന്നത് ഒടിഞ്ഞു. ഇതാണ് നമ്മളുടെ റാസ്പുട്ട്. റാസ്പോ കളിയാണല്ലോ. അച്ചോടാ, നോക്ക് എന്ത് ക്യൂട്ടാ തോന്നുന്നു. എന്റെ കാലിലെ കയ്യില് സോക്സ്. ഓഹ് ഒട്ടിപ്പിടുത്താണ് അമ്മയും മോനും കൂടി. ഇത് അമ്മയാണ് കേട്ടോ എൻ്റെ. അതിന്റെ കയ്യിലും കാലിലും സോക്സ് ഇട്ട പോലെയാണ് എൻ്റെ കയ്യും കാലും. വെള്ള അച്ചോടാ, വെരി ക്യൂട്ട്. വെള്ളം വേണോ? കറി വേണ്ടേ? കറി ചായ എനിക്ക് വേണ്ടല്ലേ?
ഈ ഒരു ഗ്രൂപ്പിൽ ചേച്ചി മിസ്സിംഗ് ആണ്. ചേച്ചി വരാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പട്ടിണി കിടക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി ചേച്ചി പിന്നെ ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. പപ്പ 2 മുട്ട തിന്നും. അപ്പോൾ പപ്പക്ക് വളർച്ചം പിടിച്ച് പപ്പയുടെ ബ്രേക്ക്ഫാസ്റ്റിലാണ്. പിന്നെ ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഏത്തപ്പഴം ഉണ്ടാക്കും. ഏത്തപ്പഴമൊക്കെ എന്തായിരുന്നു അല്ല മുമ്പിൽ അടിച്ചത് ശരിയായില്ല. ലൈറ്റ് കളർ ആയതുകൊണ്ട് കളറ് ശരിക്കും മാത്രമായിരുന്നു. മുമ്പിൽ ഇപ്പോഴും കാണുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് ഇപ്പൊ പോയി അടിച്ചാ വീണ്ടും. എന്നിട്ട് എന്തേ നോക്കട്ടെ, മുടി അഴിച്ചിടുന്ന അങ്ങട്. എന്താ വയലറ്റിനോട് ഒരു പ്രിയം? നേരത്തെ റെഡ് ആയിരുന്നില്ലേ? പച്ച ചെയ്താ? അപ്പൊ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ് കുറെ നേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ കുറച്ചു നേരം പോയി കിടന്ന് നൈസായിട്ട് ഉറങ്ങിയിട്ടോ. ബിക്കോസ് ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല എന്നുള്ള കാരണം കൊണ്ട്. പക്ഷെ ഉറക്കമൊക്കെ ശരിയായിട്ടോ, എന്നാലും കിടന്ന് ഉറങ്ങി വന്നപ്പോൾ ഞാൻ കാണുന്ന റാസ്പുട്ട് നിന്ന് കളിക്കുന്നതാണ്. ഇവനാണ് ഇപ്പോൾ വീട്ടിലുള്ള ഏറ്റവും കുഞ്ഞു മെമ്പർ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവനോട് ഭയങ്കര പുന്നാരാണ് എല്ലാവർക്കും. തന്നാരാ 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 പട്ടി. എന്തൊരു തന്നെ പ്രശ്നം. എനിക്ക് അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ PCOD മെഡിക്കേഷൻ മേടിക്കാൻ. അപ്പോൾ അതിന് പോവായിരുന്നു ഞാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഞാനും വൈഷവും കൂടി ഡോക്ടറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ സ്കാൻ റിസൾട്ട്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൈൽഡ് PCOD ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ എടുത്തു. ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാവുന്ന സംശയമാണ്, ഞാൻ തിന്നാൻ വേണ്ടിയാണോ വരുന്നതെന്ന്. അതിന് തെറ്റ് പറയാനില്ല കേട്ടോ. അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ നമുക്ക്? ഉണ്ടോ? നല്ല കുത്തിപ്പോയില്ലേ? ഹലോ, ഇതാടാണ് അമ്മയുടെ മടി. അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ ചെറുതായിട്ടൊന്ന് തെന്നിയായിരുന്നു. അതാണ് ഞാൻ ചോദിക്കണേ ഹോസ്പിറ്റലിൽ പോണോന്നൊക്കെ. പൂച്ച കയറാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ മാറ്റും. കണ്ടോ സോക്സ് എവിടെ നിന്റെ? ഷോക്സ് എവിടെ? അതെന്തിനാടോ? 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 നോക്കി ഷോക്സ് ഇട്ടേക്കണ നോക്കി. എന്റെ അവിടെ കളിക്കാനൊക്കെ വന്നോ നേരത്തെ? അതെ, വേറെ പുഷ്പത്തില് കായ ഉണ്ടായിരിക്കും നല്ലോണം. എവിടെ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാ? തുളസി തുളസി എല്ലാം പോയി, വളരുന്നില്ല, എല്ലാം മേടിച്ചു പോയി. ഇതോ? അതല്ലേ ഉണങ്ങുന്ന. എനിക്ക് അറിഞ്ഞൂടെ എല്ലാവർക്കും. അവിടുത്തെ തുളസി ഉണക്കം ഉണ്ടായിട്ട് വീടെല്ലാം നട്ടിട്ട് വിളമ്പഴത്ത് നല്ല ആട്ടയുണ്ട്. കസ്റ്റർഡ്. അങ്ങനെ നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നാട്ടുവിശേഷവും കാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഈ പൂച്ചകളുടെ കളിയൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ പോവാം. അതിനു മുന്നേ നമുക്ക് ലോഗിൻ ചെയ്യാം കേട്ടോ വർക്കിന്. ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഉണ്ട്.
എന്തൊരു മനസ്സിലായി എപ്പോഴും തന്നെ ആർക്കും ആരും കണ്ടുകൂടാ അപ്പൊ കണ്ടുപിടാനൊന്നുമില്ല ചില സമയത്ത് ഇവർ രണ്ടെണ്ണം ഇങ്ങനെ അല്ലെങ്കിൽ ബ്രദേഴ്സ് അല്ലേ അത് സിംബ ഇങ്ങോട്ട് അല്ല അവൻ ഓർക്കടുത്ത് എന്ത് തള്ള ചെയ്യണേന്ന്. റാസ്പോ ഇൻട്രൊഡ്യൂസിങ് റാസ്പോ നോക്കട്ടെ തന്നെ. ഹലോ എങ്ങനെയാണെന്നറിയാം. ഉടനെ തന്നെ RTO കാണാൻ പോകുന്നു. RTO അല്ല RDO. RDO എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ് കേട്ടോ എല്ലാവരും തമ്മിൽ. ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു ന്യൂസിനെ കുറിച്ച്. അമ്മ ഫുഡ് എടുക്കോ അമ്മ? അല്ലെങ്കിൽ വീട്ടിൽ ഒരു പണി ഉണ്ടാവില്ല ഇന്ന് ഭയങ്കര ഒക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചോറിന് കോവയ്ക്ക തോരനുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, അയല പൊരിച്ചതുണ്ട്, സാമ്പാറുണ്ട്, ആഹാ സാമ്പാറുണ്ട്, പ്രോൺസ് കറി ഉണ്ട്, പപ്പടമുണ്ട്. പപ്പടം അയ്യോ പപ്പടം നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ കോൾ ഉണ്ടാവില്ലല്ലോ ഈ സമയത്ത്. ഇന്ന് വല്ലാത്ത പണി. അപ്പം അമ്മതേ വിളമ്പി കൊടുക്കുകയാണ്. സാമ്പാർ എടുത്തോ ലേശം സാമ്പാർ കഴിക്കും. മുട്ടുക്കന മതി 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 അത് അങ്ങനെ കൂട്ടല്ലേ. ചെമ്മീനാണ് ഭയങ്കര പ്രിയം. അത് അത്രയും കഴിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ അധികം വേണ്ട കേട്ടോ അമ്മ. മതി 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 ചാറങ്ങനെ കൂട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. ആഹാ എന്തൊരു നിറഞ്ഞ പ്ലേറ്റ്. പപ്പടത്തിൻ്റെ താഴെ നമ്മുടെ സാമ്പാർ ഒളിഞ്ഞിരിപ്പുണ്ട്, കാണാണ്ട് പോകരുത്, അടിപൊളി. അപ്പോൾ നമുക്ക് ഇതേ ലഞ്ച് കഴിക്കാം. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽസ്. കഴിക്കട്ടെ കേട്ടോ, വിശക്കണം. മാറ്റുന്നല്ല ആ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ഒക്കെ, ആ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോനൊക്കെ ഇല്ല കൊള്ളാൻ. അപ്പൊ അതിനൊക്കെ ചില്ലറ പൈസ ഉള്ളു. പക്ഷെ അവനൊക്കെ എന്ത് കൊടുക്കുന്നു? ഇനിയാണെങ്കിൽ രാവിലെ തൃപ്തിയായില്ല. അടിപൊളി ബീഫ്. എങ്ങനെ വെക്കണോ ഇങ്ങനെ വെക്കാനേ പറ്റില്ല. കുക്കറിൽ നല്ലോണം വെച്ചിട്ട് കടായിലിട്ട് നല്ലോണം വെള്ളം വെക്കും. പൊടി പറഞ്ഞിട്ടാ പൊടി അതന്നെ നമുക്കതന്നെ പ്രശ്നം. നമ്മുടെ വീടിനവിടെ പണി നടക്കണോണ്ടേ ഭയങ്കര പൊടിയാണ്. ഇപ്പോഴും ക്ലീനാക്കിയിട്ടാലും കാര്യമില്ല. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ന്യൂട്രി ബോൾസ് പപ്പേനെ അമ്മേനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഇതാണ് ആ ന്യൂട്രി ബോൾ. അമ്മ കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? മറ്റേ രണ്ടും കഴിച്ചാ? എങ്ങനെ ഉണ്ടാ? യെസ്. വൈകിട്ടായപ്പോഴത്തേക്കും വൈഷുവിന്റെ പണിയൊന്നും ഒതുങ്ങി. പക്ഷെ എന്റെ പണി തുടങ്ങണേ ഉണ്ടായുള്ളൂ. എന്റെ കസ്റ്റമർ കോൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പൂച്ചക്കുട്ടന്മാരുടെ ഫുഡാണ് ഈ നിറച്ച് വെക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ അമ്മ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് നോക്കുകയാണ് ഏതാണ് ഞാൻ എടുക്കുകയെന്ന്. വേറെ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചു. ഇതിലേത് ഞാൻ എടുക്കും എന്ന് ഓർത്തോണ്ടിരിക്കും. ഉള്ളത് നമ്മളുടെ ഈന്തപ്പഴം. പിന്നെ വന്നിട്ട് എന്താണ് ചോക്ലേറ്റ് ജാം. അത് ഫിഗ്. ഡ്രൈഡ് ഫിഗ് അല്ലേ. ഇപ്പൊ വേണ്ട ഭയങ്കര വയറ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ എറണാകുളത്തുള്ളപ്പോഴത്തേക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറെന്നുള്ളത്. ഫ്രണ്ട്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയില്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് നിൽക്കണമെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.